ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള 4 തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഷോർട്ട് കട്ട് എന്നാണ് ഇതിൻ്റെ പേര്. സിമ്പിളായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ആപ്ലിക്കേഷനാണ് കേട്ടോ ഇത്. ഇതിൽ കുറേ നല്ല വീഡിയോ എഫക്ട്സുകളൊക്കെ ഉണ്ട്. അതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാനും വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാനും ഹൈ ക്വാളിറ്റിയിൽ തന്നെ അത് ഷെയർ ചെയ്യാനും പറ്റും കേട്ടോ. എനിക്ക് ഈ ഷോർട്ട് കട്ടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മളിതായി എഡിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ അല്ലേ, ഇത് നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ സേവ് ചെയ്യാനും പറ്റും. ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിതാ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് 1/2 കപ്പ് ബാർലിയാണേ. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ബാർലിക്ക്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിന്, ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഒക്കെ ഇത് നല്ലതാണ്. കൂടാതെ വെയിറ്റ് ലോസിനും നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ആക്കി വയ്ക്കാനായിട്ടും കൊളസ്ട്രോൾ ലെവലൊക്കെ നല്ലപോലെ കുറയ്ക്കാനായിട്ടും ബാർലി കഴിക്കണത് നല്ലതാണേ. ഇതിനങ്ങനെ ഒത്തിരി വിലയുമില്ല കേട്ടോ. ഇനി ബാർലിയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 5 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാം. നമ്മളിപ്പോൾ രാവിലത്തേക്കാണ് ഇത് തയ്യാറാക്കണതെങ്കിൽ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. രാവിലെ ആയിപ്പോൾ അതാ കണ്ടോ, നമ്മുടെ ബാർലിയൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടില്ലേ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 2.5 കപ്പ് പാലാണേ. ഇത് മുഴുവനും പാലായിട്ട് തന്നെ ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. പകുതി പാലും പകുതി വെള്ളമായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിതാ നമ്മുടെ ഈ പാലൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബാർലിയില്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഇനി നമ്മുടെ ഈ ബാർലിയൊക്കെ നമ്മൾ ഇതാ ഈ പാലിലിട്ടിട്ടാണ് വേവിച്ചിട്ടെടുക്കണത്. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഈ ബാർലിയൊക്കെ വെന്ത് വരണതനുസരിച്ചിട്ട് പാലും കുറുകി വരും. നിങ്ങൾക്ക് കഞ്ഞിയൊക്കെ പോലെ കുറച്ച് ലൂസായിട്ട് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈ സമയം കുറച്ച് വെള്ളമോ പാലോ കൂടുതലായിട്ട് ചേർത്തിയാൽ മതിയേ. ഇനി ബാർലിയൊക്കെ വെന്ത് വരണ സമയത്ത് ഇതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/2 കപ്പ് ഈന്തപ്പഴമാണ് ഇട്ട് കൊടുക്കണത്. ഈന്തപ്പഴമൊക്കെ ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്നില്ല. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് കശുവണ്ടിയും ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുമാത്രമല്ല, ഈ സമയം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർക്കാവേ. ഇപ്പോൾ നമ്മുടെ ബാർലിയൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് കുഴഞ്ഞ പരുവത്തിൽ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു തവി വെച്ചിട്ട് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ കുറച്ചും കൂടെ ലൂസായിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു പാകത്തിലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനൊരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേനും കൂടെ ചേർത്തിയാൽ മതി. ഇനിതാ കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും കഴിക്കണ സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് ബദാമും കശുവണ്ടിയും ഈന്തപ്പഴവും ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ബാറിലേക്ക് വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആശാളിയാണ്. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞൻ വിത്തിന്. നമ്മളിൽ തന്നെ മിക്കവർക്കും ആശാളിയുടെ ഗുണങ്ങളെ പറ്റിയൊക്കെ നല്ലപോലെ അറിയാനുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണേ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിത് രാവിലേക്കായിട്ടാണ് തയ്യാറാക്കണതെങ്കിൽ നമുക്ക് രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കാവേ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ആശാളിയൊക്കെ നല്ലപോലെ കുതിർന്നപ്പോൾ 2 ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് 2 കപ്പ് പാലാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ ഈ പാലൊക്കെ ചെറുതായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആശാളിയില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോകല്ലേ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 നുള്ള് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നട്ട്സ് പൗഡറുമാണ് കേട്ടോ. ഇത് ബദാമും കശുവണ്ടിയും മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്.
പിന്നെ ഇതാ കുറച്ച് ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള നട്ട്സ് പൗഡറും ഈന്തപ്പഴവും ഒക്കെ ഈ ഒരളവിൽ തന്നെ ചേർക്കണം എന്നില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഈ ആശാളിക്ക് വേറെ പേരെന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. വേറെ പേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 10 മിനിറ്റ് തന്നെ മതിയാകും കേട്ടോ. അപ്പോഴേക്ക് തന്നെ ഇത് നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 2 നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഇതൊന്നുകൂടെ കുറുകി വരുവേ. ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ശർക്കരപ്പാനി ചേർത്തോളൂ. നമ്മളൊക്കെ കൂടുതലായിട്ടും ഈ ആശാളി കൊണ്ട് കഞ്ഞിയോ അല്ലെങ്കിൽ ലഡു ഒക്കെ അല്ലേ തയ്യാറാക്കാറുള്ളത്. ഇതുപോലെ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇനിതാ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ചെറുപയറാണ് ഇട്ട് കൊടുക്കണത്. ഇനിതാ നമ്മുടെ ഈ ചെറുപയറൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചെറുപയറിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇതുപോലത്തെ 3 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാവേ. ഇത് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുതേ. നമുക്ക് എത്രത്തോളം വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുമോ അത്രയും വെള്ളം കുറവായിട്ട് ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. എനിക്കിത് നല്ലപോലെ അരച്ചെടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നേ. ഇനിതാ നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള ചെറുപയറിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. നിങ്ങളിതാ ഇതുപോലെ ചെറുപയർ അരച്ചെടുക്കണ നേരത്ത് ഇതിനെ വെച്ചും കുറച്ച് കൂടുതലായിട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് കൂടുതലായിട്ട് കടലമാവ് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കണത് രാവിലെയോ വൈകിട്ടോ അങ്ങനെ ഏത് സമയത്തും നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് നനച്ചെടുത്തതാണേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ചെറുപയറിൻ്റെ കൂട്ടാണ് ഇട്ട് കൊടുക്കണത്. മുഴുവനും വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇനി 2 സൈഡിൽ നിന്നും എടുത്തിട്ട് ഇങ്ങനെയൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1 കപ്പ് വെള്ളമാണ്. ഇതായി വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെറുപയറിൻ്റെ ആ ഒരു കൂട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അത് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് നേരം കൂടെ നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതുപോലെ നമ്മുടെ ചെറുപയർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു മാവ് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുത്തോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ ഒക്കെ ആവിയിൽ വേവിച്ചെടുക്കാനും പറ്റുവേ. നമുക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യാം. നമ്മുടെ ചെറുപയറൊക്കെ നന്നായി തന്നെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇതാ നമ്മൾ ഈ ചെറുപയറൊക്കെ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വെള്ളമല്ലേ ഇത് കളയണ്ട കേട്ടോ. ഇത് നമുക്ക് കറികളൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട് പറ്റുവേ. ഇനി ഇതിൻ്റെ ചൂടയ്ക്കൊന്ന് പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാനായിട്ട് പറ്റണ പാകാകണ സമയത്ത് നമുക്കിത് തുറന്നിട്ടെടുക്കാം. ഇനിതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് മുറിച്ചിട്ട് കൂടെ എടുക്കണേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെയും കഴിക്കാം. പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതിലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കടുകൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കുമ്പോഴാണ്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണക്കമുളക് ചതച്ചതും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് 30 സെക്കൻഡ് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചെറുപയറിൻ്റെ പീസസ് ഓരോന്നായി വെച്ച് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റുവേ. 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതാ നമ്മൾ മൊരിയിച്ചെടുക്കണതുകൊണ്ട് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. കൂടുതലായിട്ടും നമ്മൾ ചെറുപയർ വെച്ചിട്ട് കറിയൊക്കെയല്ലേ വെക്കുക. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇനിതാ നമുക്ക് നാലാമത്തെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ. ഇനിതാ നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരണ സമയത്ത് കുറച്ച് കടുകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകും 1 ടീസ്പൂൺ തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയും നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി 1 മിനിറ്റ് നേരം നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള ഒരു സവാള കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുത്തതും 3 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതാ നമ്മളിതിലേക്ക് ചേർക്കണത് 1 കപ്പ് ജവാർ ഫ്ലോർ ആണ് കേട്ടോ. ഇതിന് ജോവർ ഫ്ലോർ എന്നും പറയാറുണ്ട്. ഇത് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ മിക്ക സൂപ്പർ മാർക്കറ്റിലും തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടുമേ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈ ജവാർ ഫ്ലോറിന്. ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഒത്തിരി നല്ലതാണേ. ഇനി നമുക്കിത് 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു പാകമായാൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിതാ നമ്മുടെ ഈ പൊടിയുടെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ. എനിക്കിത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാനായിട്ട് 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നേ. ഇനിതാ നമ്മുടെ ഈ പൊടിയിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റൊന്നും എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവണമെന്നില്ലല്ലോ. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. അതുപോലെ ഈ സമയം ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. നമ്മളീ നനച്ചെടുത്തത് കറക്റ്റ് പരുവത്തിലാണോ എന്ന് അറിയാനായിട്ട് ഇതുപോലെയൊന്ന് ഉരുട്ടി നോക്കാം. അതിനുശേഷം ഈ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പഴയ പോലെ ആകണേ ഒരു പാകം. ഇനി നമ്മളിത് വേവിച്ചിട്ട് എടുക്കണത് ചിരട്ടയിൽ വെച്ചാണ് കേട്ടോ. ഇതിൽ കണ്ടോ ഇതുപോലെ ഒരു ഹോള് കൂടെ ഇട്ട് കൊടുക്കണേ. നമ്മുടെ ഈ ചിരട്ടയിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ എപ്പോഴും ചിരട്ടയിൽ വേവിച്ചെടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും. ഇതുപോലെ തന്നെ ചിരട്ടയിൽ വേവിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ പുട്ടുകുറ്റി ഉണ്ടാവില്ലേ, അതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിതാ നമ്മുടെ ഈ ചിരട്ടയ്ക്കുള്ളിലായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കാവേ. ഇനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങ ചിരുകിയതാണ് കേട്ടോ. കൂടെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കാം. തേങ്ങയും ക്യാരറ്റും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണേലും നമുക്ക് ചേർക്കാവേ. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ജവാർ ഫ്ലോറിൻ്റെ മിക്സും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് വേവിച്ചിട്ട് എടുക്കുന്നത് കുക്കറിലാണേ. കുക്കറിൽ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം കുക്കറിൻ്റെ വെയിറ്റ് ഒന്ന് ഊരി മാറ്റിയ ശേഷം നമുക്കിത് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് 5 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ സിമ്പിളായിട്ടുള്ള വേറൊരു മെത്തേഡ് കൂടെ കാണിച്ചു തരാവേ. ഇതിനായിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഇതുപോലത്തെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു വാഴയിലയോ വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ജവാർ ഫ്ലോറിൻ്റെ മിക്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ക്യാരറ്റും തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. 5 മിനിറ്റ് തന്നെ മതിയാകും കേട്ടോ. അപ്പോഴേക്കും ഇതും നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ ചിരട്ടയിൽ വേവിച്ചെടുത്തതാണ്. ഇതിൽ നിന്ന് ആവി ഇങ്ങനെ കുറച്ച് നേരം വന്നുകൊണ്ടേയിരിക്കും. കൈയൊക്കെ പൊള്ളാതെ വേണം കേട്ടോ ഇങ്ങനെ എടുക്കാനായിട്ട്. ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുമേ. ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്